അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ വണ്ടിയുടെ ടാങ്കിൻ്റെ സ്റ്റിക്കർ ഞാൻ മാറ്റുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി മേടിച്ച സമയത്ത് സ്ക്രാച്ച് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഒട്ടിച്ച സ്റ്റിക്കറാണിത്. ഭയങ്കര പഴയതായി. ഇപ്പം ഞാൻ ഒരു 3-3.5 വർഷത്തോളമായി ഈ സ്റ്റിക്കർ എൻ്റെ ട്രാവലിലെല്ലാം ഞാൻ എന്താ പറയുക, ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഫൈനലി ഞാനത് മാറ്റുകയാണ്. ഡിസംബറായി, വണ്ടി 40,000 കിലോമീറ്ററായി. സോ ഞാനത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് പുതിയൊരു സ്റ്റിക്കർ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ്. ഇത് ഇളക്കാൻ നല്ല പാടാണ് കേട്ടോ. ലൈക്ക് 3-3.5 വർഷത്തോളം വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒട്ടിച്ച ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാൾ ഈ സാധനം ഒട്ടിച്ച് വെക്കരുത്. കാരണം എനിക്ക് നല്ല പാടുപെടേണ്ടി വന്നു ഇത് സാധനം ഒന്ന് ചെയ്തെടുക്കാൻ, അതായത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. ആൻഡ് ഇത് അത്യാവശ്യം സോപ്പൊക്കെ കഴിച്ചു നന്നായിട്ട് എനിക്ക് പെയിൻറ്റ് പോരുതെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഞാൻ കഴിവതും പറ്റുന്ന രീതിയിൽ പെയിൻ്റൊന്നും പോക്കാതെ തന്നെയാണ് ഞാനിതിൻ്റെ സ്റ്റിക്കർ ഇളക്കിയെടുത്തത്. കാരണം അത്രയ്ക്ക് ഒട്ടിയിരിക്കുകയായിരുന്നടാ ഇത് സംഭവം. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇളക്കുമ്പം അതിങ്ങനെ പൊട്ടിയാണ് വരുന്നത്. അത്രയ്ക്ക് ഡ്രൈ ആയി. അതുപോലെ തന്നെ അത്രയ്ക്ക് സ്റ്റിക്ക് ഓണായി വണ്ടിക്കകത്ത്. അപ്പം ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം 1 വർഷം അല്ലെങ്കിൽ ഒരു 2, അതിൽ കൂടുതലൊന്നും സ്റ്റിക്കർ ടാങ്കിനകത്ത് ഒട്ടിക്കാൻ പാടില്ല. ഓൾറെഡി നമ്മൾ ടാങ്കിനകത്ത് പെട്രോൾ നിറയ്ക്കും, പെട്രോൾ വീണ് ഈ സ്റ്റിക്കറൊക്കെ ദ്രവിച്ചായിരിക്കും ഇരിക്കണത്. അത് കൂടാതെ നമ്മൾ ഈ വണ്ടി വെയിലത്തൊക്കെ വെക്കുന്നതാണെങ്കിൽ ഇത് നന്നായിട്ട് നമ്മുടെ ടാങ്കിനകത്തോട്ട്, അതായത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ടാങ്ക് ആണെങ്കിൽ ഇത് ഉരുക്കി ചേർന്നിരിക്കും. അത് ഇളക്കിയെടുക്കാൻ നല്ല പാടാണ്. അപ്പം ഇത് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് ഒട്ടിക്കുക. ഒന്നത്, 2 ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം, അതിൽ കൂടുതലൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. വേണ്ടവർക്ക് അത് വേണ്ട രീതി എടുക്കുക. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. പിന്നെ ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. ഒരു പൊട്ടും പൊടിയും പോലും വീഴാതെ നല്ല നീറ്റായിട്ട് എടുത്തിട്ട് നമ്മുടെ പുതിയ സ്റ്റിക്കറാണ് ഇനി ഞാനത് ഒട്ടിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചുകൊണ്ടത് നല്ല അടിപൊളി സ്റ്റിക്കറാണ്. എൻ്റെ ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് ഒട്ടിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇതാണ് വണ്ടിയുടെ ഫൈനൽ ഔട്ട്. നല്ല രസമുണ്ട്.